ഏതാണ്ട് 2 കിലോയോളം കഞ്ചാവാണ് പോളിടെക്നിക് ഹോസ്റ്റലിൽ നിന്ന് പിടികൂടിയത്. 3 വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. അർദ്ധരാത്രി ഹോസ്റ്റലിൽ പരിശോധന നടത്തി കഞ്ചാവ് പിടികൂടുന്ന ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. പിടിയിലായ അഭിരാജ് SFI നേതാവാണ്. പോളി യൂണിയൻ ജനറൽ സെക്രട്ടറിയാണ് അഭിരാജ്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ നൽകും. ആജ്ഞ, ഒരുപാട് ലഹരി വാർത്തകൾ, ലഹരി സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. സംസ്ഥാനത്ത് പല അക്രമങ്ങൾ, പലതരത്തിലുള്ള ലഹരി വ്യാപാരത്തിന്റെയൊക്കെ വാർത്തകൾ അനുദിനം വരുമ്പോഴാണ് ഒരു പോളിടെക്നിക് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഹോസ്റ്റലിൽ നിന്ന് ഇത്രമാത്രം ക്വാണ്ടിറ്റിയിൽ കഞ്ചാവ് പിടികൂടുന്ന വാർത്ത വരുന്നത്. ഏതാണ്ട് 2 കിലോയോളം, ആദ്യം 10 കിലോ എന്നൊക്കെ സൂചനയുണ്ടായിരുന്നു. പക്ഷെ അതല്ല, 2 കിലോയാണ് എന്ന് അത് ചെറുതായി കണക്കാക്കാൻ കഴിയില്ല. ഒരു ഹോസ്റ്റലിൽ നിന്നാണ്, വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഇടത്തു നിന്നാണ്. ഇത് എങ്ങനെ എത്തിയതാണ്? അത് ഒരു വ്യാപാര ലക്ഷ്യമുണ്ടായിരുന്നോ? അങ്ങനെ എന്തെങ്കിലും പോലീസ് കരുതുന്നുണ്ടോ? എൽദോ, ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്. ഇന്നലെ രാത്രിയാണ് ഈ ഹോളി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിയിട്ടുണ്ടെന്നുള്ള രഹസ്യ വിവരങ്ങൾ പോലീസിനും ഡാൻസ് ഓഫ് സംഘത്തിനും ലഭിക്കുന്നത്. തുടർന്ന് പോലീസും ഡാൻസ് ഓഫ് സംഘവും നടത്തിയ സംയുക്ത പരിശോധനയിലാണ് ഈ 1.9 കിലോ കഞ്ചാവും മറ്റൊരു റൂമിൽ നിന്ന് 9 ഗ്രാം കഞ്ചാവും പിടിച്ചെടുക്കുന്ന സാഹചര്യമുണ്ടായത്. എന്താ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ 10 കിലോ എന്നുള്ള ഒരു കണക്കിലേക്ക് വന്നത് ഈ 9 ഗ്രാം എന്നുള്ളത് 9 കിലോ എന്ന് ഉള്ള ഇൻഫർമേഷനിൽ തെറ്റിയതാണ് എന്നാണ് പിന്നീട് പോലീസുകാർ തന്നെ വ്യക്തമാക്കിയത്. ആദ്യം നമുക്ക് ലഭിച്ച വിവരം അങ്ങനെ തന്നെയായിരുന്നു. എന്തായാലും ഇപ്പോൾ വളരെ വ്യക്തമായിരിക്കുകയാണ്, 2 കിലോ കഞ്ചാവാണ്, ഈ പറയുന്ന കണക്കിലുള്ള കഞ്ചാവാണ് ഈ ഹോസ്റ്റലിൽ, കോളേജിലെ മെൻസ് ഹോസ്റ്റലിൽ നിന്നും പിടിച്ചെടുത്തിട്ടുള്ളത്. അങ്ങനെയാണ്. ഇതിൽ 3 വിദ്യാർത്ഥികളാണ് അറസ്റ്റിലായിട്ടുള്ളത്. ഈ 3 വിദ്യാർത്ഥികളിൽ അഭിരാജ് യൂണിയൻ ജനറൽ സെക്രട്ടറിയാണ്. SFI ഭരിക്കുന്ന പോളിടെക്നിക്കാണ്. പക്ഷേ വിദ്യാർത്ഥികളുടെ ഒരു വേർഷൻ അനുസരിച്ച് മറ്റാരോ ഹോസ്റ്റലിൽ കഞ്ചാവ് കൊണ്ടുവച്ചതാണ് എന്നുള്ളതാണ്. അത് പൂർവ്വ വൈരാഗ്യം തീർക്കാൻ വേണ്ടി മറ്റാരോ പൂർവ്വ വിദ്യാർത്ഥികളാണെന്ന് സംശയമുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെയാണ് വിദ്യാർത്ഥികൾ പോലീസിനോട് പറയുന്നതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും അക്കാര്യത്തിലൊന്നും വ്യക്തത വരാനുണ്ട്. എന്നിരുന്നാൽ പോലും 3 വിദ്യാർത്ഥികളാണ് അറസ്റ്റിലായിട്ടുള്ളത്. ഈ 3 വിദ്യാർത്ഥികളിൽ കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറിയും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുന്നുണ്ട്. യൂണിയൻ ജനറൽ സെക്രട്ടറി തന്നെയാണ് ഈ ടീമിലുള്ളത്, അതായത് അറസ്റ്റിലായ കുട്ടികളുടെ കൂട്ടത്തിലുള്ളത് എന്ന് വിദ്യാർത്ഥികളും കൺഫേം ചെയ്യുന്നുണ്ട്. വിദ്യാർത്ഥികളും അത്തരം കാര്യങ്ങൾ, അതായത് ആ ഒരു സാഹചര്യത്തിലാണ് പുറത്തു നിന്നുള്ള ആരോ ആണ് കൊണ്ടുവച്ചത് എന്നിട്ട് പിടിയിലായ യൂണിയൻ ജനറൽ സെക്രട്ടറിയാണ് അഭിരാജാണ്. ഈ അഭിരാജിന്റെ ബന്ധം, അതായത് ഇത്തരത്തിൽ കുട്ടികളിലേക്ക് എന്തോ സൂചിപ്പിച്ചതുപോലെ ചെറിയ എമൗണ്ട് അല്ല, വലിയ എമൗണ്ട് ആണ് 2 കിലോ എന്ന് പറയുന്നത്. ഈ ഹോസ്റ്റലിലെ മുഴുവൻ കുട്ടികൾക്കും വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയാണോ? ഏതൊക്കെ കുട്ടികൾ ഇതിൽ ഭാഗഭാഗമായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിച്ച് വരുന്നുണ്ട്. അത് മാത്രമല്ല, ഈ 2 കിലോ എന്ന് പറയുന്നത് ഈ ഹോളി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് കോളേജ് ഹോസ്റ്റലിലെത്തിയ കഞ്ചാവാണെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ കുറച്ച് വിദ്യാർത്ഥികൾ പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. അവരുടെ വിശദാംശങ്ങൾ പോലീസ് തേടും. എന്നാലും പ്രിൻസിപ്പാൾ ഇന്ന് അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഇത്തരം കോളേജ് ഹോസ്റ്റലിൽ കഞ്ചാവ് ഉപയോഗിച്ചിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരം കണ്ടെത്തലുകൾ അധ്യാപകരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് പോലീസ് പ്രിൻസിപ്പാൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഹരിപ്പാട് സ്വദേശി ആദിത്യനും മറ്റൊരാൾ കുളത്തൂപ്പുഴ സ്വദേശി ആകാശുമാണ് ഈ അഭിരാജിനൊപ്പം പിടിയിലായിട്ടുള്ളത്. ഇന്നലെ രാത്രിയോട് കൂടി നടത്തിയ പരിശോധന ഇന്ന് രാവിലെ 4 മണിയോട് കൂടിയാണ് അവസാനിച്ചത്. ഈ 7 മണിക്കൂറോളം നീണ്ട പരിശോധനയ്ക്കൊടുവിലാണ് ഈ 2 കിലോ കഞ്ചാവ് കോളേജ് ഹോസ്റ്റലിൽ നിന്നും പിടിച്ചെടുത്തിട്ടുള്ളത്. നമുക്കറിയാം, 10th കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾ മുതൽ ഉള്ള ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളാണ് പോളിടെക്നിക് ഓപ്റ്റ് ചെയ്ത് വരുന്നത്. ഈ പോളിടെക്നിക് ഹോസ്റ്റലിൽ ആ ഏജ് ഗ്രൂപ്പിൽ, അതല്ല 16 വയസ്സ് മുതൽ 21 വയസ്സ് വരെ ഉള്ളവരുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇത്തരം ചെറിയ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾ, അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ വിദ്യാർത്ഥികൾക്കിടയിൽ ഇത്തരത്തിൽ കഞ്ചാവിന്റെ ഉപയോഗമുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല, ഇത്രയും വലിയൊരു ക്വാണ്ടിറ്റിയിൽ 2 കിലോയോളം ഹോസ്റ്റലിൽ നിന്ന് കണ്ടെത്തുന്നതിൽ അതിൽ വിദ്യാർത്ഥികൾ സൂചിപ്പിക്കുന്നു അതിലൊരു ഗൂഢാലോചനയുണ്ട്, മറ്റാരോ കൊണ്ടുവച്ചതാണ് എന്ന്. എന്താണെങ്കിലും പോലീസ് അന്വേഷിക്കട്ടെ, പോലീസ് അതിൽ ഒരു വ്യക്തത വരുത്തട്ടെ. പോളി യൂണിയൻ ജനറൽ സെക്രട്ടറി
അഭിരാജ് ഉൾപ്പെടെയുള്ള 3 പേരാണ് നിലവിൽ അറസ്റ്റിലായിട്ടുള്ളത്. വിശദമായി തന്നെ ചോദിച്ചറിയട്ടെ പോലീസ്, കളമശ്ശേരി പോലീസ്. അതിന്റെ പിന്നാലെ തന്നെയാണ് കോളേജ് പ്രിൻസിപ്പലിന്റെ വാർത്താ സമ്മേളനം ഉണ്ടാകും, പ്രതികരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം തൃക്കാക്കര ACPയുടെ പ്രതികരണവും അല്പസമയത്തിനും ഉണ്ടാകുമെന്നാണ് കരുതേണ്ടത്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. റൈറ്റ് ആജ്ഞ, ഈ ഏതാണ്ട് പുലർച്ചെ വരെ നീണ്ട റെയ്ഡ് ആയിരുന്നല്ലോ. 4 മണിക്കാണ് ആ റെയ്ഡ് അവസാനിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഹോസ്റ്റൽ മുറിയിൽ ഇത്തരത്തിൽ ഒരു കഞ്ചാവ് സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ള വ്യക്തമായിട്ടുള്ള സൂചന പോലീസിന് ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിലാണുള്ള റെയ്ഡ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് അങ്ങനൊരു സംശയമുണ്ടായത്? പോലീസിന് ഏതെങ്കിലും തരത്തിലുള്ള അജ്ഞാത ഫോൺ സന്ദേശമോ അങ്ങനെ കോളുകളോ എന്തെങ്കിലും ലഭിച്ചു എന്നാണോ അന്വേഷണ ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുന്നത്? രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ക്യാമ്പസിനുള്ളിൽ, അത് പ്രത്യേകിച്ചും ക്യാമ്പസിനുള്ളിലാണ് ഹോസ്റ്റൽ ഉള്ളത്, അതിനകത്ത് വെച്ച് പിടിച്ചെടുത്തതാണ് ഇത്ര വലിയ ഒരു വിഷയമായി നമ്മൾക്ക് പരിഗണിക്കേണ്ടത്. കാരണം പുറത്ത് വെച്ചായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത് ഇത്രയും വലിയ ഗ്രാവിറ്റി ഉള്ള ഒരു വിഷയമായി മാറില്ലായിരുന്നു. ഈ 16 മുതൽ 21 വരെ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾ പഠിക്കുന്ന കോളേജിനുള്ളിൽ ഈ വലിയ എമൗണ്ട് കഞ്ചാവ് എങ്ങനെ എത്തി എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടതും വ്യക്തമാകേണ്ടതും. അതുതന്നെയാണ് ഈ യൂണിയൻ ഭാരവാഹി സൂചിപ്പിക്കുന്നത് പോലെ പുറത്തു നിന്നുള്ള ആളുകൾ കൊണ്ടുവച്ചിട്ടുള്ളതാണോ അതോ കോളേജ് ഹോസ്റ്റലിൽ ഉള്ളവർ ഈ ഹോളി ആഘോഷത്തിന്റെ ഭാഗമായി ഇവിടെ എത്തിയ കഞ്ചാവാണോ എന്നുള്ളതാണ് വ്യക്തമാകേണ്ടത്. ഹോളി ആഘോഷത്തിന്റെ ഭാഗമായി ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിയിട്ടുണ്ട് എന്നുള്ള രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസും ഡാൻസ് ഓഫ് സംഘവും സംയുക്തമായി കോളേജ് ഹോസ്റ്റലിൽ. എന്നാലും ഹോളി ആഘോഷത്തിനായി കഞ്ചാവ് എത്തിക്കുന്നു എന്നുള്ളത് പോലും ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്. ആഘോഷങ്ങൾക്ക് ലഹരിയുടെ സാന്നിധ്യം എന്തിനാണ് എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം. മാത്രമല്ല, ഉത്തരവാദിത്തപ്പെട്ട വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലെ നേതാക്കൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്, അതിൽ വ്യക്തത വരേണ്ടതുമാണ്. ആജ്ഞയാണ് കളമശ്ശേരിയിൽ നിന്ന്, പോളിടെക്നിക്കിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.